ലോകകപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ബ്രസീൽ ടീം മുന്നേറുമ്പോൾ ഏതൊക്കെ മേഖലകൾ മെച്ചപ്പെടുത്തണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മുന്നേറ്റ നിരയിൽ നമുക്ക് ആദ്യം തുടങ്ങാം. വിനീഷ്യസ് ജൂനിയർ അല്ലെ, ഗോൾ 1, അസിസ്റ്റ് 1, ഷോട്ട് ഓൺ ടാർഗറ്റ് 2, ടോട്ടൽ 35 എന്നാണ് ആ ഒരു നില നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബ്രസീലിന്റെ വാല്യുബിൾ പ്ലെയർ അത് എപ്പോഴും വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ഇത്തവണ എന്ന് പറയേണ്ടി വരും. ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയെന്നത് മാത്രമല്ല, കളിയിലുടനീളം ബ്രസീലിന് മുന്നേറ്റത്തെ വിനീഷ്യസ് നയിച്ചു എന്നുള്ളതാണ്. 35 ടോട്ടൽ ടച്ചസ് നമുക്ക് കാണാം ഈ നില. അതിൽ 9 എണ്ണവും ഒപ്പോസിഷൻ ബോക്സിൽ എന്നത് വിനീഷ്യസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ താരമാണ് ബ്രസീൽ നിരയിൽ എന്നത് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി ഇന്നത്തെ താരം അല്ലെങ്കിൽ ഈ മത്സരത്തിലെ താരം എന്ന് പറഞ്ഞാൽ അത് ഒറ്റയാൾ മാത്രമാണ്, മത്തയൂസ് കുഞ്ഞ. എന്താണ് കുഞ്ഞയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് നോക്കാം. ഷോട്ട്സ് 2, ഗോൾസ് 2, ഷോട്ട് അക്യുറസി 100%, പാസ് അക്യുറസി 86%. ഹെയ്ത്തിക്കെതിരെ 2 ഷോട്ടിലാണ് മത്തയൂസ് ക്യൂന ഈ മത്സരത്തിൽ നടത്തിയത്. അത് രണ്ടും ലക്ഷ്യം കണ്ടു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൊറോക്കോയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ ടീമിൽ നമ്മൾ കണ്ട പോരായ്മയായിരുന്നു മൂർച്ചയേറിയ ഒരു സ്ട്രൈക്കറുടെ അഭാവം. അത് ബ്രസീൽ പരിഹരിച്ചു എന്ന് മത്തയൂസ് ക്യൂനയുടെ ഈ പെർഫോമൻസിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2 ഷോട്ടും ലക്ഷ്യം കണ്ടു എന്ന് പറയുമ്പോൾ കൂനിയുടെ ഷോട്ട് അക്യുറസി ദാറ്റ് ഈസ് 100%, 100%. നൽകിയ 29 പാസുകളിൽ 25 എണ്ണവും അത് ഓൺ ടാർഗറ്റ് ആണ്, കൃത്യതയുള്ളതായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. എന്ന് വെച്ചാൽ 85% പാസ് അക്യുറസി ഉണ്ട് എന്ന് പറയുന്നു. കളിയിലുടനീളം 47 ടച്ചസ് ആണ് താരം നടത്തിയത്. അതിൽ 3 എണ്ണം മാത്രമാണ് ബോക്സിനുള്ളിൽ നടത്തിയത് എന്നതുകൂടി കാണുക. ബ്രസീലിന്റെ യഥാർത്ഥ പ്രശ്നം അപ്പോൾ എവിടെയാണ്? മിഡ്ഫീൽഡിലാണോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പൊ സ്ട്രൈക്കേഴ്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂക്കാസ് പക്വേറ്റ, ഒരു പക്ഷേ പരിചയസമ്പന്നത കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് പക്വേറ്റ. പക്വേറ്റയുടെ ഇത്തവണത്തെ ഈ ലാസ്റ്റ് കളിയിലെ പെർഫോമൻസ് ഏത് രീതിയിലാണ് എന്നുകൂടി നോക്കാം. വിനീഷ്യസിന്റെ ആ ഗോളിന് ഒരു പക്ഷേ വഴികാട്ടിയത് അല്ലെങ്കിൽ ആ ഗോൾ ജനിച്ചത് പക്വേറ്റയുടെ അസിസ്റ്റിൽ നിന്നാണെന്ന് ആ കളി കണ്ട എല്ലാവരും ഓർക്കുന്നുണ്ടാവും. 48 പാസ് അറ്റംപ്റ്റ്സിൽ 45 എണ്ണവും വളരെ കൃത്യമായിരുന്നു. എന്ന് വെച്ചാൽ 94% പാസ് അക്യുറസിയാണ് താരത്തിനുള്ളത് എന്നത് വ്യക്തമാണ്. കളിച്ച 64 മിനിറ്റിൽ 9 റിക്കവറി എന്നുകൂടി പറയുമ്പോൾ കളിക്കളത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറായി പക്വേറ്റ നിന്നു എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ എവിടെയാണ് ബ്രസീലിന്റെ പ്രശ്നം? വീണ്ടും ചോദ്യം ഇതാണ്. അങ്ങനെയെങ്കിൽ കാസമിറോ, കാനറികളുടെ ഒരു മിഡ്ഫീൽഡ് ജനറൽ എന്ന് പറയുന്ന താരമാണ്. കാസമിറോ പരിചയസമ്പത്ത് കൊണ്ട് മധ്യനിരയിൽ കളി മെനയേണ്ട താരം കൂടിയാണ്. ഇനി എന്താണ് കാസമിറോയുടെ കണക്കുകൾ കൂടി എന്ന് നോക്കാം. കാസമിറോ വന്നു കഴിഞ്ഞു. എന്താണ് ഈ കണക്കുകൾ നമ്മോട് പറയുന്നത് എന്നുകൂടി നോക്കാം. 90 മിനിറ്റും കളിച്ച കാസമിറോ എതിരാളികളുമായി ഏറ്റുമുട്ടിയതിൽ നിന്ന് 12 തവണ, ഈ കണക്കുകൾ നോക്കുക, 12 തവണ പന്ത് കൈവശം നേടി. ഏരിയൽ ഡ്യുവൽസിൽ 3 തവണ വിജയിച്ചു, 5 തവണ റിക്കവറി നടത്തി എന്നതും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ താരതമ്യേന മോശമല്ലാത്ത പ്രകടനമാണ്. അപ്പോൾ ഈ രീതിയിലാണ് കസമിറോയുടെ പ്രകടനത്തെ വിലയിരുത്താൻ കഴിയുക. അത് നോക്കുക. ടാക്കിൾസ് 6 കൂടിയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ കൃത്യതയോടുകൂടി കളിക്കുന്ന ഒരു താരമായി കസമിറോ മാറുന്നുണ്ട്. അങ്ങനെ 6 ടാക്കിൾസ് ഉണ്ട്. ഡ്യുവൽസ് 1 12 ആണ്. ഏരിയൽ ഡ്യുവൽസ് റിക്കവറി 5 ആണ്. അങ്ങനെ ഈ കണക്കുകളെല്ലാം വളരെ കൃത്യമായി തന്നെ കാസമിറോ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ആ പ്ലേയിങ് ലെവലിൽ എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.